ഹായ് ഹായ് പറ. ഹായ്. ഇനി നമുക്കൊരു സെൽഫ് കെയർ ആയാലോ. നമ്മളെ ബിസി ലൈഫിൽ നമ്മളെപ്പോഴും നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ? എത്ര ബിസി ആണെങ്കിലും നമ്മൾ നമ്മളെ മറന്നു പോകരുത്. അപ്പം നമുക്കിന്നൊരു സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാം. ആക്ച്വലി ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആണ്, വാനൊന്നും സ്കൂളിൽ പോകണ്ട. അതുമല്ല, ഇന്ന് വൈകുന്നേരം ഇതെന്ത് വരും, അപ്പം നമുക്ക് കുറച്ച് സുന്ദരിയായിരിക്കാം അല്ലേ റാനു? അപ്പോൾ തുടങ്ങാം. അത് നമുക്ക് ഹെയർ കെയറിൽ തുടങ്ങാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഓയിലാണ്. അത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, ഇത് കമ്പനീൻ്റെ പരസ്യമൊന്നുമല്ല. ജസ്റ്റ് ഞാനിതാണ് ഇങ്ങനെ കെയർ ചെയ്യുന്ന ഡേയ്സ് തലയിൽ എണ്ണ ഇടുമ്പോൾ ഇങ്ങനത്തെ എണ്ണയാണ് ഇടാറ്. അല്ലെങ്കിൽ ഞാൻ നോർമലി കാച്ചിയ എണ്ണയാണ് ഇടാറ്. പൊതുവേ ഞാൻ തല എല്ലാ ദിവസവും കഴുകാറില്ല, 2 ദിവസം കൂടുമ്പോഴേ തല കഴുകാറുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് കാച്ചിയ എണ്ണയിട്ട് തല മസാജ് ചെയ്യും. എന്നിട്ടപ്പോൾ തന്നെ ഷാമ്പൂ ഇട്ട് ഞാൻ കഴുകിക്കളയും. എണ്ണ അങ്ങനെ തലയിൽ വെച്ച് നിൽക്കാറില്ല. പക്ഷെ ഞാൻ വീക്കിലി ഇങ്ങനെ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല എണ്ണ വാങ്ങിയിട്ട് തലയെ തേച്ച് കുറച്ച് നേരം നിൽക്കും. എന്നിട്ടാണ് ഷാമ്പൂ ചെയ്ത് കളയുക. പിന്നെ എന്തെങ്കിലും പാക്ക് ഇടും തലയിൽ. ഇന്ന് ആ പാക്ക് ഇടുന്ന ദിവസം. അപ്പം എണ്ണ ഞാൻ ഓൾറെഡി ഇട്ടു, കുറച്ച് നേരം പിടിക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ തലയിൽ ഇട്ട് വെച്ചു. ഇനി പാക്ക് ഇടാം. പാക്ക് ഇടുന്നതിന് മുമ്പ് കുറച്ച് നേരം തലയിൽ ഇതിട്ടിട്ട് നമുക്ക് ഇട്ട് വെക്കാം. അപ്പോഴത്തേക്കും മുഖത്തൊരു ഫേസ് പാക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഹെയർ പാക്ക് ഇടാം. ഇനി കൈ കഴുകി വരട്ടെ, ഫുള്ള് എണ്ണമയാണ്. ഞാൻ കൈ കഴുകി. ഇനി ഫേസും ഞാൻ വാഷ് ചെയ്ത് വന്നു. അക്കലോജിക്കൻ്റെ ഫേസ് വാഷാണ്. ഇതൊന്നും കൊളാബറേഷൻ അല്ല, അതുകൊണ്ട് പേരൊന്നും കാണിക്കില്ല. ഓക്കെ, ഒരാൾ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. നമുക്ക് ഫേസ് കെയറിൽ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് ഞാൻ ആദ്യം ഇവിടെ കുറച്ച് മുത്താറിയില്ലേ, റാഗി കുറച്ച് പാലിൽ നമ്മൾ കുറുക്കാക്കൂലേ, അതുപോലെ ജസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കട്ടയായിപ്പോയി. ആക്കി വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആക്കി വെച്ചതാണ്. കിച്ചണിലെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. കുറച്ച് മതി, ഞാനല്ലേ ഉള്ളൂ. പാലിൽ റാഗി ഇട്ടിട്ട് നമ്മൾ കുറുക്കാക്കുന്ന പോലെ ഇങ്ങനെ ചൂടാക്കൂല, അങ്ങനെ ചൂടാക്കിയിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ എടുത്തതാണിത്. ഇതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന പോലെ ചെയ്യാം. അതിന് നമുക്ക് പാല് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പാലിവിടെ ഉണ്ട്. പാല് സത്യം പറഞ്ഞാൽ റാനുവിന് കുടിക്കാൻ ഭയങ്കര, അവൻ കുടിക്കാറില്ല. പിന്നെ എൻ്റെ കാര്യമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനത് വെച്ച് തൈരൊക്കെ ആക്കാറാണ്. എന്നിട്ട് ഇന്ന് ബാക്കി വന്ന കുറച്ച് പാലായിരുന്നു, ഇത് വെച്ചൊന്ന് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാം. അവൻ്റെ പാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓടി വന്നിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും പറയും. കള്ളത്തര പറയും, നോക്ക്. മേടിച്ചാ എപ്പോ? അതിനിപ്പോ എന്ത് വേണോ? സോറി മോനെ, അങ്ങോട്ട് സോറി മതിയാ. മോനെ ഒന്ന് അങ്ങോട്ട് പോന്ന് പറഞ്ഞേനെ ഈ അടിച്ചു കഴിഞ്ഞാല് തുറന്ന നമ്മള് കള്ളത്തിരി പറയും. സോറി പറഞ്ഞു, സമാധാനായി, സന്തോഷായില്ലേ? ആ, ഹാപ്പി ആയില്ലേ? പറഞ്ഞ ഹാപ്പി ആയി. ജസ്റ്റ് ഒന്ന് ഇത് ഒറിജിനൽ പശുമ്പാലാണ്, പാക്കറ്റ് പാലൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന പോലെ. അമ്മയൊക്കെ അമ്പലത്തിൽ പോവാണ്, ഞാൻ പിന്നെ പോയില്ല. മഴയായതുകൊണ്ട് ഇവനെയും വിട്ടില്ല, അല്ലെങ്കിൽ ഇവനെയും കൂട്ടി പോന്നതാ. പോന്നേന്ന് പറയുന്ന വെച്ചാട്ടോ. അങ്ങനെ നമ്മൾ ആ ബാക്കി വന്ന പാല് ഞാൻ റാഗി മിക്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് വെച്ച്
ഇപ്പൊ നമ്മൾ ജസ്റ്റ് പാല് വെച്ച് ക്ലെൻസ് ചെയ്തു, അതവിടെ നിന്നോട്ടെ, അതങ്ങ് വലിഞ്ഞു പോയിക്കോളൂ. അതിപ്പോ തുടക്കൊന്നും വേണ്ട. തേച്ച് കാണിച്ചു തരാം. തേച്ചടി ഇവൻ ഇഷ്ടല്ലേ, ഇവന്റെ കളി കണ്ടോ തേച്ച് കഴിഞ്ഞാൽ. തേക്കാ ഇത് ആദ്യം ഒന്ന്, ഇനി നമുക്ക് ചെയ്യാം. വെയിറ്റ്. അത് നമ്മൾ ഓൾറെഡി ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലെൻസിങ് പോലെ പാല് വെച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത്. നമ്മൾ ഡേർട്ടൊക്കെ പോകുന്നാണ് പറയുന്നത്, പക്ഷെ എൻ്റെ അടുത്ത് കോട്ടൺ ഇല്ലാത്തതൊക്കെ, അതുകൊണ്ട് ഞാൻ ഇത് ശരിക്കും മുഖത്തേക്ക് അബ്സോർബ് ആയി പോയി പാല്. എൻ്റെ പിന്നെ കോമ്പിനേഷൻ നോർമൽ ടു കോമ്പിനേഷൻ അങ്ങനെ പറയാൻ പറ്റുന്ന സ്കിന്നാണ്. അങ്ങനെ ഓവർ ഡ്രൈ അല്ല, അതുപോലെ ഓവർ ഓയിലി. പിന്നെ സീസൺ അനുസരിച്ച് മാറേ. ചൂടത്ത് വേർത്തൊലിച്ച് ഒരു അവിഞ്ഞ കോലാവും. മഴയത്ത് വലിയ പ്രശ്നമില്ല. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈ അല്ല, അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ നോർമൽ ടു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇത് വെച്ചിട്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ, പാലും നേരത്തെ വെച്ച പാക്കിനകത്ത് കുറച്ചെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മുഖത്ത് സ്ക്രബ് ചെയ്യാനല്ല, സ്ക്രബ് ചെയ്യണ്ടേ, സ്ക്രബ് ചെയ്യാനാണ്. ഇല്ല, കണ്ണിലൊന്നും ആക്കൂല. കണ്ണിലാക്കിയ പിന്നെ നമ്മ കണ്ണ് കാണോ? അതന്നെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് മുഖത്തിട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇത് ഓൾറെഡി ഈ റാഗി ആയതുകൊണ്ട് ഇതിന്റെ തരിതരിപ്പുണ്ട്. ഇതൊക്കെ വലിഞ്ഞു തുടങ്ങി. ഇത് ഞാൻ കഴുകിയിട്ട് വരാം. മുഖം കഴുകി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം കഴുകിയതാണിത്. എത്ര മനസ്സിലാവുന്നുണ്ട് അറിയില്ല, എനിക്ക് മുഖം നല്ല സോഫ്റ്റ് ആയതുപോലെ ഉണ്ട്. ചെറിയൊരു കളർ വന്ന പോലെ ഇല്ലേ, എനിക്ക് തോന്നുന്നുണ്ട്. ഈ ക്യാമറയിൽ എത്ര മാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ശരിക്കും ഈ സ്ക്രബിങ്ങിൽ തന്നെ ഞാൻ മസാജ് നല്ലോണം ചെയ്തോണ്ട് ഇനി സെപ്പറേറ്റ് മസാജ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് അടുത്തതായിട്ട് പാക്ക് ഇടാം. ഞാൻ ഫുള്ള് കള്ളപ്പണിയാണ്. ഇത് തൈരാണ്. ഇത് ഞാൻ ആ പാല് വെച്ചൊന്ന് ഉണ്ടാക്കിയ തൈരാണ്. അറിയാൻ പുളിയില്ല, ഞാൻ യോഗട്ട് വെച്ചിട്ടാണ് ഇത് സെറ്റാക്കിയത്. ഇത് നല്ലോണം മിക്സ് ചെയ്യും. ഈ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്, പക്ഷെ ഇത് മുഖത്ത് ഇരിക്കൂല. അപ്പൊ കുറച്ച് കട്ടിയാണ്, അപ്പൊ കുറച്ച് കാപ്പിപ്പൊടി. ശരിക്കും സ്പൂണിലും ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടാണ് പൊതുവേ ഇങ്ങനത്തെ ബ്യൂട്ടി ബ്ലോഗർമാർ ചെയ്യുന്നതാണ്. ഇത്ര ആർഭാടത്തിന്റെ ആവശ്യമില്ല. കൈകളൊക്കെ എന്തിനാ ഈ വെച്ച് നല്ലോണം മിക്സ് 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 മിക്സ്. നല്ല വെള്ള കളർ ഉണ്ടായതിന്റെ കളറുമാണ്. കാപ്പിന്റെ നല്ല മണമുണ്ട്. എന്തി കഴിഞ്ഞ തവണ കൊണ്ടുവന്ന കൊടകുന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടി. എന്ത് പറയും, നിനക്ക് കുടിക്കാൻ കൊണ്ടാണ് നീ മുഖത്തിട്ട് തീർക്കുന്നു. അങ്ങനെ ഇതെടുത്ത് ഞാൻ മുഖത്തിടാം. ഞാൻ ലംസ് ഉണ്ട് ഇതില്. അതാ കുറുക്കാക്കിയില്ലേ, കുറുക്കാക്കിയത് കട്ട പിടിച്ചത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്.
തൈര് ശരിക്കും പൊതുവെ എന്റെ സ്കിന്നിനല്ല, അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ എന്റെ ഒരു കോമ്പിനേഷൻ അങ്ങനത്തെ സ്കിന്നാണ്. അപ്പൊ തൈര് എന്റെ സ്കിന്നിന് പറ്റും, പാലും എന്റെ സ്കിന്നിന് പറ്റും. എന്റെ സ്കിന്നിന് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ നോക്കിയ ശേഷം മാത്രം നിങ്ങളിത് പരീക്ഷിച്ചാൽ മതി, സപ്പോസ് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് നല്ലതാണ്, നിങ്ങൾ കണ്ടിത് നല്ലൊരു റിസൾട്ട് കാണുന്നത്. വെളുത്തിട്ട് മാറും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഒരു ഓൾറെഡി ഉള്ള കളറുണ്ട്, അത് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. കാരണം ഫാനെല്ലാം അടിച്ച് എന്തായാലും നമ്മുടെ മുഖത്ത് ടാനും ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒറിജിനൽ കളർ, നമ്മളെ സ്കിന്നെല്ലാം സോഫ്റ്റ് ആവും, നമ്മളെ സ്കിന്നിന് ചെറിയൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. പൊതുവേ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നത് പോലെ അവിടെ കുറെ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ ഞാൻ ക്ലെൻസിങ്, ഫേസ് വാഷും അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ മസാജിലാണ് മെയിൻ കാര്യം, നമ്മൾ മുഖത്ത് ചെയ്യുന്ന ആ ഒരു മസാജ്. ഞാൻ കണ്ണിന്റെ അടിയിൽ കുറച്ചാക്കും, എനിക്ക് കുറച്ച് ബ്ലാക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട്. ബ്ലാക്ക് സർക്കിൾസ് അല്ലല്ലോ, ഡാർക്ക് സർക്കിൾസ്. എന്തോ ഒരു മിസ്റ്റേക്ക് ആണല്ലോ പറഞ്ഞത്. ഞാൻ ഇവിടെയൊക്കെ തേക്കും, നമ്മൾ ഹോം മെയ്ഡ് സാധനമാണല്ലോ. കെമിക്കലൊക്കെ ആകുമ്പോഴാണ് കണ്ണിന് പറ്റും അങ്ങനെയൊക്കെ ഒഴിവാക്കും. വീട്ടില് നമ്മള് ചെയ്യുന്നതല്ലേ. ഇതിനെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സാധനം ചിലപ്പോ അലർജി ആയിരിക്കും. അപ്പൊ നോക്കി നിങ്ങൾക്ക് പറ്റാത്ത എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ചെവിയില് മാത്രം ഇതാവണ്ട, ചെവിയിൽ എന്തായാലും ഞാൻ ഇപ്പൊ മൊത്തത്തിൽ കുളിക്കും, പിന്നെ കുഴപ്പമില്ല. എല്ലായിടത്തും ഇട്ട് എന്തായാലും ഇതില് ബാക്കിയുണ്ട്, അത് പിന്നെ അമ്മക്ക് കൊടുക്കാം. അമ്മയും അങ്ങനെ ഇടാലൊന്നുമില്ല, ഞാൻ ഇടുന്ന കണ്ടാല് ചിലപ്പോ ഇടും. ഞാൻ അങ്ങനെ കൊടുത്താലും ഇടക്ക് മുഖത്തെല്ലാം തേക്കും. ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കണം. ചില മൂല്യങ്ങൾ ഇത് ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ്സ് മുഖത്ത് വെക്കും. ആ സമയം കൊണ്ട് തലയിൽ പാക്കണം. പ്രേരത്തിന് പോലെ റാനുണ്ട് റിയാക്ഷൻ. റാനു വാ, മമ്മയല്ലേ റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ല. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ, ഇല്ല ഇല്ല ഇതില് നോക്കിട്ട് പറ. ഈ ഒരു സമയത്ത് മാത്രം എന്നെ പേടിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പേടിയില്ല. ഇതിലെല്ലാം നമുക്ക് ഹെയറിലിടാം. പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്, വെള്ളം കൂട്ടി തന്നെ ചാലിച്ച് പേസ്റ്റ് പോലാക്കി ചെയ്യാം. കാരണം ഇതിൽ ഓൾറെഡി ഫുൾ ഔഷധ ഗുണങ്ങളുള്ളത്, അതിന്റെ മേലെ എക്സ്ട്രാ നമ്മൾ ഓരോന്ന് വരുത്തേക്കാം. ഇനി നമുക്കിത് തലയിൽ തേക്കാം. എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാത്. ഓക്കെ,
ഇത് മുടിയിലും തലയിലെല്ലാം ആവുമല്ലോ. ഓരോരോ ഇങ്ങനെ നിറയെടുത്തിട്ട് ഇതിനി കഴുകിക്കളയാനാണൊരു പാട്. എനിക്കൊരു കൊറിയർ വരാൻ, അയാളത്തെ ഈ സമയത്ത് വരണം. സൂപ്പറായിരിക്കും. നല്ല മഴക്കാറുണ്ട്. തിരിച്ച് ഒന്നിൻ ശരിക്കും ഒരാളെ പേടിപ്പിക്കണം. ഇങ്ങനെ എന്തെല്ലാം തേച്ച് രാത്രി ഇറങ്ങി പോയാ മതിയല്ലേ. സ്പോട്ടിൽ അറ്റാക്ക്. മുമ്പിലല്ല ഒന്നാതെ സത്യം പറഞ്ഞ കൊറേ ബേബി ഹെയർസ് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഫുൾ വടിച്ച് കോരി തേക്കാം. ഓക്കെ, ബാലവേലി ഒന്നുമില്ല, ഇത് ഒറ്റക്ക് ചെയ്യുന്നതാണ്. ഞാൻ പൊടി പോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് നേരം പിടിക്കട്ടെ. തലയിൽ എന്തായാലും ഞാൻ കുളിക്കാൻ നേരത്തെ എനിക്ക് കഴുകുള്ളൂ. എനിക്കങ്ങനെ ഇതൊന്നും തലയിലിട്ട് തണുപ്പ് പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മുഖത്തിട്ടത് ഞാൻ എന്തായാലും ഒരു 20 minutes കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇതെന്താ ഇങ്ങനെ കുരു വന്നു നോക്ക്. കഴുത്ത് മടക്കിയോണ്ട് എത്ര നല്ലോണം മനസ്സിലാവുന്നുണ്ട് അറിയില്ല. ഗ്ലോ കണ്ട, നല്ല ഗ്ലോ ഉണ്ട്. അവരെങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ടാ? എന്താ പറയാ, ഞാനെന്താ പറയല്? നല്ല, അത് ശരിക്കും മാറ്റം അറിയാൻ നല്ല ഗ്ലോ ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ട് എവിടാര് എനിക്ക് സ്റ്റൈൽ. ഞാൻ ഇത്രയൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ല, പക്ഷെ ശരിക്കും നല്ല മാറ്റമുണ്ട്. ഇതിപ്പോ ജസ്റ്റ് മോൻ കഴുകിയിട്ടുള്ളൂ, അത് നീറ്റായിട്ട് കഴുകിയിട്ടില്ല. ഇവിടെയൊക്കെ ഉണ്ട്. കഴിഞ്ഞാല് ശരിക്കും തലയിൽ കഴുകിയിട്ടില്ല. ഇനി കുളിക്കുമ്പോ തല വരാം. അതുമായി കൂടി കഴുകിട്ട് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖത്ത് വേറെ ഒന്നും നോക്കിയിട്ടില്ല. മുഖത്ത് നല്ലൊരു തെളിച്ചമില്ലേ. മുടി അതേപോലെ ഉണങ്ങിയിട്ടില്ല, കുളിച്ച് കഴിഞ്ഞിട്ട് വന്നുള്ളൂ. പക്ഷെ നല്ല സ്മെല്ലുണ്ട്. ഞാൻ 7 Seasന്റെ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തത്. നല്ലതാ. മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെയുള്ളതുകൊണ്ട് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ശരിക്കും എന്റെ ബേബി ഹെയർ എടുത്ത് കാണിക്കും. അതിങ്ങനെ പിന്നത്തെ സ്കിൻ കെയർ ഹെയർ കെയറും കഴിഞ്ഞ് ഇനി വെന്തി വരുന്ന കാത്തിക്കാറ്. ആ വീഡിയോ നാളെ ഇടാം. അപ്പം നാളെ ആ വീഡിയോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ബൈ.